ഹായ്, എന്താ പാട്? സുഖമല്ല എല്ലാവർക്കും? അപ്പം ഇന്ന് ചെറിയ പരിപാടിയിലാണ്. എന്താ വെച്ചാലേ മഴക്കാലത്ത് പെരുമഴയല്ലായിരുന്നാ. അപ്പോൾ പെരുമഴയത്ത് ഇവിടെ മഴ കൊള്ളാത്തവർക്ക് ഇതൊക്കെ പഞ്ചായത്തിൽ നിന്ന് കിട്ടിയതാണ് ഇതൊക്കെ. അപ്പോൾ അതിവിടെ നട്ടതാണ്, കവറിലാക്കിയിട്ട് നട്ട് വെച്ച്. അപ്പോൾ ഒരുവിധം കുഴപ്പമില്ലാത്ത വലുപ്പമായിട്ട് നിൽക്കുന്നുണ്ട്. ഇനി ഇത് ടെറസിൻ്റെ മേലേക്ക് വെയിലും മഴയും കൊള്ളണ രീതിയിൽ എത്തണം. അപ്പോഴിതൊന്നും കൂടെ ഉഷാറാവുള്ളൂ. അപ്പോൾ എന്തായി, അതിന് മേലേക്ക് കയറ്റാനുള്ള പരിപാടിയില്ല, ചെറിയ സെറ്റപ്പ് ഉണ്ട് മേലെ ചെയ്യാനുള്ളത്. അപ്പോൾ കണ്ടില്ലേ, ഇതെന്താണെന്നറിയോ, പുഴു ഇന്നതാണ്. ആ പുഴുവിനെ പിടിച്ച് ഞാൻ വലിച്ചു കിടന്നിരിക്കുന്നത്. ഇവിടെ തരാൻ പറ്റില്ല. ആയിക്കോട്ടെ. ഇതൊക്കെ താഴ്ത്തുന്നത് കേട്ടി അല്ലേ? ഇനി ഇവിടുന്ന് നേരെ എത്തിക്കട്ടോ. ദിവസം മഴ പെയ്യാതിരുന്നപ്പോ വെള്ളം ഇല്ലാതായി. മഴ പെയ്യാതിരുന്നപ്പോഴേ വെള്ളം ഇല്ലാതായി. സുന്ദരിച്ചീര കുഞ്ഞി ആദ്യം മുതൽ ഉണ്ടാക്കണ്ടേ? സുന്ദരിച്ചീരേ ആദ്യം മുതൽ ഉണ്ടാക്കണ്ടേ? ഇത് ഒക്കെ ഇതായിരിക്കണം. പിന്നെ വെണ്ടയിലൊക്കെ ഈ ഇത് വന്നിങ്ങനെ പുല്ല് നല്ല വന്നി. ഇതൊക്കെ ഒന്ന് പറിച്ചു ഒഴിവാക്കണ്ടേ? പറിച്ചാളാം. മധുരക്കിഴങ്ങ് പറിച്ചതിൻ്റെ ചാക്കിൻ്റെ അടിയിൽ കൂടെ കയറി വരാതെ അല്ലേ? അതും ചക്കരക്കിഴങ്ങായി മാറണം, മധുരക്കിഴങ്ങായിട്ട് മാറണ്ട. അല്ല, ഇതിപ്പോ നമുക്കൊരു ചാക്കിൽ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മുറിക്കൂലേ? ചാക്കിൽ വന്ന് കുഴിച്ചിട്ടാലോ? ഇതേ അത്രയുള്ള പീസാണ് ഞാൻ അന്ന് കുഴിച്ചിട്ട്. എന്നിട്ടാണ് ഇപ്പോൾ മധുരക്കിഴങ്ങ് ഇപ്പോൾ പറിച്ചത്. ഇതേമാതിരി കഷ്ണം മുറിച്ചിട്ട് ഇതിൻ്റെ ഉള്ളിൽ കണ്ടില്ലേ, ഇതറല്ലേ, ഇതിഞ്ഞ് വലുതാവും, എണ്ണം വയ്ക്കും അതിൻ്റെ ഉള്ളിൽ പറഞ്ഞിട്ട്. അപ്പോൾ ഇത് ഒരു പീസ് അതിലിട്ടിട്ടുണ്ടെങ്കിൽ ഇതേമാതിരി മുളച്ച് വരും, മുളച്ച് വരും. ഓക്കെ, അങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കിയത്. അപ്പോഴാണ് ഇത് പറിച്ചത്. ഇത് പൈസയ്ക്ക് ചിലവില്ലാത്ത വളമാണ് കേട്ടോ. അതൊക്കെ കഴിഞ്ഞ പ്രാവശ്യത്തെ ഇലയാണ് അടിയിലിട്ടെ, അതിപ്പോൾ വളമായി മാറിയിരിക്കുന്നു. ഇനി അടുത്ത എന്തിരിച്ചാണ് ഇത് നമ്മൾ ആഡ് ചെയ്യണേ? അതിൽ വളം, വേറെ വളം കൊടുക്കണ്ട. ഇല കണ്ടില്ലേ? അപ്പോൾ അത് അടിമേലെ മറിയുമ്പോൾ വളം കൂടും. വളം വേറെ സാധനം വയ്ക്കുമ്പോൾ അതിന് കിട്ടും. ഓക്കെ, അങ്ങനെയാണ് ഇപ്പോൾ. അപ്പോൾ നമ്മൾ അല്ലാണ്ട് മിക്സ് ചെയ്തിട്ട് ഇവിടെ അടുത്തേക്ക് അടുത്ത് സെറ്റ് ചെയ്യുമ്പോൾ അതിൽ നിറയ്ക്കുക. അടിയിൽ ആദ്യം ഇല ഇടുക. അടിയിൽ ആദ്യം ഇല ഇടുക. എന്തൊക്കെ ഇല എന്നറിയാം? ആദ്യം കരിയിലിടുക, പിന്നെ ചീമക്കൊന്നൻ്റെ ഇല, പിന്നെ ആര്യപ്പിൻ്റെ ഇല ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഇല. അപ്പോൾ ഒക്കെ കൂടെ ഉണ്ട് ഇട്ടിട്ട് പിന്നെ മണ്ണ് കുറച്ചിടുക. ഈ മണ്ണ് കുറച്ചിടുക. അങ്ങനെ ഞാൻ ഉണ്ടാക്കലിട്ടാ. അപ്പോൾ ഇത് രോഗങ്ങളൊന്നും വരില്ല, നല്ല അടിപൊളിയായിട്ട് വളരും ചെയ്യും. അപ്പോൾ ഹരിതകർമ്മസേനയ്ക്ക് കൊടുക്കുക. ഒക്കെ സെറ്റായിക്കണം കേട്ടോ. ഇതില്ലേ കുറച്ച് മണ്ണിട്ട് കൊടുക്കാണ്ട്. ഇതൊക്കെ ഇല പൊടിഞ്ഞ് വളമായ മണ്ണാണ് കേട്ടോ. അപ്പോൾ നല്ല വളക്കുറയിൽ തന്നെ ഉണ്ടാവും. ഇതാ മണ്ണെന്തെങ്കിലും കുറവാണ് ഇതിലെ. മണ്ണ് കുറച്ചേ ഇതിൽ ഇലകളൊക്കെ അടിഞ്ഞ വളമാണ്. അപ്പോൾ നമ്മൾ കൃഷി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ദയവ് ചെയ്തിട്ട് ഇംഗ്ലീഷ് വളം ഇട്ടിട്ട് ചെയ്യരുത് കേട്ടോ. അപ്പോളേ ഇതൊക്കെ ഒന്ന് സെറ്റാക്കി റെഡിയാക്കിയിട്ടുണ്ട്. ഇത് ഇനിയിപ്പോൾ ഒരു മാസം കൊണ്ട് നമുക്ക് വിളവെടുക്കാനുള്ള ലെവലിലായിരിക്കണം. ഇതാ ഈ പ്രായമാവാനാണ് നമുക്ക് പണി. ഈ പ്രായം കഴിഞ്ഞാൽ പിന്നെ ഒരു പ്രതിരോധമൊക്കെ കൈവരിച്ച് കണ്ട് പൊന്തൽ തുടങ്ങും.
ഇത്രയായി കിട്ടാനാണ് പണി. പിന്നെ ഇതിനെന്താണെന്ന് വെച്ചാൽ ഇനിയിപ്പോൾ ഒരു ചെറിയ മുളകിനൊന്നും അധികം വളം പാടില്ല. എന്നാലും ഈ വഴുതനങ്ങയ്ക്കൊക്കെ കുറച്ച് വളം വെയിലാണെന്നുണ്ടെങ്കിൽ വെള്ളം ഒഴിക്കണം. പിന്നെ ചാണകവെള്ളം ഒഴിക്കും. ചാണകം കലക്കിയിട്ട് ചെറിയ കനം കുറഞ്ഞ രീതിയിലുള്ള ഒഴിച്ചു കൊടുക്കണം. മറ്റത് കട്ടിയായിട്ട് കിടന്നാൽ അത് ശരിയാവില്ല. പിന്നെ അപ്പോഴേ താഴത്തേക്ക് അതിൻ്റെ ഇതൊക്കെ ഇറങ്ങുള്ളൂ. അങ്ങനെ ഒഴിച്ചു കൊടുത്താൽ ഒന്നും കൂടെ ക്ലിയറായി കിട്ടും. ഞാൻ ഇടയ്ക്ക് അങ്ങനെ ഒഴിച്ചു കൊടുക്കലുണ്ട്. ഒരാഴ്ചയിൽ ഒരിക്കൽ, 2 ആഴ്ച ഒരിക്കൽ കൂടുമ്പോൾ. മഴ ആയതുകൊണ്ടാണ് പിന്നെ പ്രശ്നം. മഴ ഇല്ലാതാകുമ്പോൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ടെങ്കിൽ വേഗം അതിന് കിട്ടും ചെയ്യും. പിന്നെ കടലപ്പിണ്ണാക്ക് കുളിപ്പിച്ചിട്ട് ചാണകം കലക്കിയിട്ട് അതിൽ ദിമകുന്നൻ്റെ ഇലയൊക്കെ ചേർത്ത് കലക്കി വെച്ചിട്ട് 3 ദിവസം പഴക്കമായി കഴിഞ്ഞാൽ അത് 2 ഇരട്ടി 3 ഇരട്ടി വെള്ളം ഒഴിച്ചിട്ട് കുറേശ്ശെ ഒഴിച്ചു കൊടുക്കുന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ സെറ്റാകും. പക്ഷെ അതിന് മഴ വല്ലാതെ ഓവറായി ഉണ്ടാകാൻ പാടില്ലാണല്ലോ. അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല. പിന്നെ നമ്മൾ താഴെയുള്ള വേസ്റ്റുകളില്ലേ, ഇച്ചി പോലുള്ള സാധനങ്ങളൊക്കെ വരണ്ടി ക്ലിയറാക്കി മണ്ണും പൊടിയും ചെളിയും അതൊക്കെ വളമായിട്ടുള്ള സാധനങ്ങളാണ്. അതൊക്കെ ഇട്ട് കൊടുത്തതാണ് ഇപ്പോൾ ഈ കാണുന്നത്. അല്ല നല്ല കരുത്തിൽ നിൽക്കുന്നുണ്ടല്ലേ. അപ്പോൾ ആ ഇച്ചികളൊക്കെ ഉണ്ടാ, ഇച്ചികളൊക്കെ അതിലിട്ട് കൊടുത്തിട്ടാണ് ഇപ്പോൾ നല്ല ക്ലിയറിൽ കണ്ടില്ലേ നിൽക്കുന്നത്. ഉണ്ടാ ആ. അപ്പോൾ പിന്നെ ഇലകളൊക്കെ ഇല്ലേ, ഇലകളൊക്കെ അതിൻ്റെ ഉള്ളിൽ തന്നെ എടുത്തിടുക. ഇതേമാതിരി ആ കവറിൻ്റെ ഉള്ളിൽ തന്നെ ഇട്ടാൽ അത് പിന്നെ ആരോ കിടന്ന് വെള്ളമായിക്കോളും. അങ്ങനെയുള്ള സംഗതികളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ വല്ലാതെ നമുക്ക് പൈസ ചിലവാകാതെ കൃഷി ചെയ്യാം കേട്ടോ. നമ്മൾ പുറത്തുനിന്ന് പൈസ കൊടുത്തിട്ട് സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് കൃഷി ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു വിഷമം വരും. ഒന്നും ഉണ്ടായിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിനെക്കാട്ടി വിഷമമാവും. അപ്പോൾ ഇതേമാതിരി ഇലകൾ ഉണങ്ങിയതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിലെടുത്തിടുക. എന്നിട്ട് ഇത്രയൊക്കെയാണ് നമ്മളെ ഇത് രണ്ടാമത്തെ സെറ്റിങ്ങാണ് ഇതൊക്കെ. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മളെ പാർട്ട്ണർ കൃഷി രീതികൾ ഇനി രണ്ടാമത് ചെയ്തത് കേട്ടോ. ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ, സീ യു.